കേരള ബ്ലാസ്റ്റേഴ്സിന് ISL മത്സരങ്ങൾക്ക് കലൂർ സ്റ്റേഡിയം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് AIFF. എന്നാൽ സർക്കാർ അനുമതിയില്ലാതെ സ്റ്റേഡിയം സൗജന്യമായി കൈമാറാൻ കഴിയില്ല എന്നാണ് GCDA എടുക്കുന്ന നിലപാട്. സ്റ്റേഡിയം വാടക ഇനത്തിൽ 40 ലക്ഷത്തോളം രൂപ ബ്ലാസ്റ്റേഴ്സ് കുടിശ്ശിക നൽകാനുണ്ട് എന്നുകൂടി GCDA വ്യക്തമാക്കുന്നു. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, ഈ ഹോം ഗ്രൗണ്ട് ഏത് എന്നത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് മുമ്പിൽ ഒരു വെല്ലുവിളിയാണ്. കൊച്ചിയാണോ കോഴിക്കോട്ടേക്ക് പോകണോ? കോഴിക്കോടാണെങ്കിൽ റേസിംഗ് പരിപാടിക്കൊക്കെ കൊടുത്ത ശേഷം കൃത്യസമയത്തിനുള്ളിൽ അത് പൂർത്തീകരിച്ചൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിലും സ്വിച്ച് ചെയ്യാനുള്ള ഒരു മടിയും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുണ്ട്. പക്ഷേ ഈ പണം നൽകാതെ സ്റ്റേഡിയം വിട്ടു നൽകാൻ കഴിയില്ല എന്നുമാണ്. ആകെ ഒരു കൺഫ്യൂഷനാണല്ലോ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം. ദിവിഷ, ഈ ISLന്റെ കാര്യത്തിൽ തന്നെ വലിയ കൺഫ്യൂഷൻ ആയിരുന്നു. ഒടുവിൽ ഈ മാസം 14-ന് ISL മത്സരങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചു. ആ സമയത്താണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ഏത് എന്നത് സംബന്ധിച്ച വലിയ കൺഫ്യൂഷൻ നിലനിൽക്കുന്നത്. കളി കോഴിക്കോട് നടത്താൻ തീരുമാനിച്ച് ബ്ലാസ്റ്റേഴ്സ് അങ്ങോട്ടേക്ക് പോയെങ്കിലും അവിടെ സ്റ്റേഡിയം സജ്ജമാവില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കൊച്ചിയിലേക്ക് തിരിച്ചു വരാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ഇത്തവണ ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷനാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്റ്റേഡിയം വിട്ടു നൽകണമെന്ന ആവശ്യവുമായി GCDA സമീപിച്ചത്. കഴിഞ്ഞ 31-ാം തീയതിയാണ് GCDAക്ക് ഇത് സംബന്ധിച്ച കത്ത് കൈമാറിയിരിക്കുന്നത്. ആ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സൗജന്യമായി കലൂർ രാജ്യാന്തര സ്റ്റേഡിയം ISL മത്സരങ്ങൾക്ക് വിട്ടു നൽകണമെന്നതാണ്. ഇപ്പോൾ ഈ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ വലിയ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൗജന്യമായി വിട്ടു നൽകണം എന്ന ആവശ്യത്തോട് GCDAയുടെ ഉദ്യോഗസ്ഥർ കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ സീസണിൽ ഓരോ മത്സരത്തിനും 8,40,000 രൂപ എന്ന വാടക നിശ്ചയിച്ചാണ് ISL മത്സരങ്ങൾക്ക് കൈമാറിയിരുന്നത്. അത് പ്രകാരം ഏതാണ്ട് 1 കോടിയോളം രൂപ വാടക ഇനത്തിൽ ഇതുവരെ ലഭിക്കുകയും ചെയ്തു. വാടക കുടിശ്ശികയായി 41 ലക്ഷത്തോളം രൂപ ഇനിയും GCDAക്ക് കിട്ടാനുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ 41,83,605 രൂപയാണ് വാടക കുടിശ്ശികയായി കിട്ടാനുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 സീസണിൽ അവിടെ അനധികൃതമായി പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചു എന്നാണ് GCDA പറയുന്നത്. ആ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചതിലൂടെ GCDAക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഈടാക്കേണ്ടതായി അവർ കണക്കാക്കിയിരിക്കുന്നത് 85,54,000 രൂപയാണ്. ഇതിൽ ഇതുവരെ ഒരു തീരുമാനവും GCDAയുടെ ഭരണസമിതി, അതായത് ചെയർമാൻ ഉൾപ്പെടുന്ന ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് എടുത്തില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് അതിൽ ഒരു തീരുമാനം ഈ 2 സീസണിന്റെ കാര്യത്തിൽ എടുത്തില്ല? GCDA സ്വാഭാവികമായും സർക്കാരിന്റെ ഗ്രാന്റ് കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ പണം നഷ്ടപ്പെടുന്നത് നമുക്കറിയാം. GCDAയുടെ പല ഘട്ടങ്ങളിലും വലിയ അഴിമതിയൊക്കെ ഉണ്ടായി. മുൻ ചെയർമാൻ അടക്കം വിജിലൻസ് അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അപ്പോഴാണ് സർക്കാരിന് കിട്ടേണ്ട പണം, അല്ലെങ്കിൽ GCDAക്ക് കിട്ടേണ്ട പണം പല തരത്തിൽ ചോർത്തിക്കൊണ്ടുപോകുന്നത്. അത് തടയാനുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തത, അതെല്ലാമാണ് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഉദ്യോഗസ്ഥർ ഈ സൗജന്യമായി വിട്ടു നൽകുന്നതിനെ ശക്തമായി എതിർക്കുകയാണ്. അവർ പറയുന്നത് ഈ കഴിഞ്ഞ തവണ നിശ്ചയിച്ച അതേ വാടകയ്ക്ക് വേണമെങ്കിൽ സ്റ്റേഡിയം കൈമാറാം. ഇപ്പോൾ കഴിഞ്ഞ സീസണേക്കാൾ ആ സ്റ്റേഡിയം മെച്ചപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സ്റ്റേഡിയം കൈമാറണമെങ്കിൽ കൃത്യമായി വാടക വേണം. അതോടൊപ്പം തന്നെ അവർ പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ സീസണിൽ ഈ സ്റ്റേഡിയം കൈമാറിയപ്പോൾ അതിൻ്റെ ടർഫ് പരിപാലനം അടക്കമുള്ള കാര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെ ഏൽപ്പിച്ചു നൽകുകയാണ് ചെയ്തത്. അവരാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സൗജന്യമായി ഇവർക്ക് വിട്ടു നൽകിയാൽ ഈ ടർഫ് അടക്കം GCDA പരിപാലിക്കേണ്ടി വരും. അത് ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു വലിയ ബാധ്യതയായി GCDAക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് സൗജന്യമായി വിട്ടു നൽകാൻ കഴിയില്ല. അതിലുള്ള കടുത്ത എതിർപ്പാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ചേർന്ന GCDAയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി GCDA ചെയർമാൻ ചന്ദ്രൻപിള്ള എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. എന്തായാലും GCDAക്ക് വലിയ നഷ്ടം വരുന്ന രീതിയിലേക്ക് ഒരു തീരുമാനം പോയി കഴിഞ്ഞാൽ അത് സർക്കാർ അനുമതി ഇല്ലാതെയാണ് എങ്കിൽ നിലവിലെ GCDA ഭരണസമിതി അതിനെല്ലാം ഭാവിയിൽ ഉത്തരം പറയും. GCDAയും ഒരു പ്രതിസന്ധിയിലാണ്, കേരള ബ്ലാസ്റ്റേഴ്സും ഒരു പ്രതിസന്ധിയിലാണ്.